കാറ്റത്തെ കിളിക്കുടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന എപ്പിസോഡില് സുഭാഷിന്റെ കല്യാണാലോചന നടക്കുകയാണ് ചാന്ദിനിയുമായിട്ടുള്ള. പക്ഷെ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് വീണ്ടും വീട്ടുകാരുടെ ഇടയിൽ വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും സുഭാഷിന് ഭയങ്കര മാറ്റം ഉണ്ടായിരിക്കുകയാണ്. എന്താ ഇതിന്റെ കാരണമെന്ന് അറിയുന്നില്ല. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഏതോ ഒരു സ്വപ്ന ലോകത്തിരിക്കും പോലെയാ സുഭാഷ് ഇരിക്കുന്നത്. പോയ ആളല്ല തിരിച്ചു വന്നത്, ഏതോ വേറൊരാളെന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കിത് എന്താണെന്ന് അറിയണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കണ്ടുപിടിക്കാം. കുറച്ച് ദിവസങ്ങൾ ആയതിലേ ഉള്ളൂ ഈ കല്യാണാലോചന വന്നിട്ട്. പക്ഷെ അതിനിടയ്ക്ക് ഇതുപോലുള്ളൊരു മാറ്റം ഇത് ആദ്യമായിട്ടാണ്. എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഒരു കാര്യം അറിയണം. ചാന്ദിനിയുടെ വീട്ടിലെ വിളിച്ചു ചോദിച്ചാൽ അറിയാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് സുധീഷ്. അങ്ങനെ ആ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് സുഭാഷ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് ശ്രദ്ധിക്കാതെ എവിടെയോ ശ്രദ്ധിച്ച് ഏതോ ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്താ പറ്റിയത് എന്നൊക്കെ വീണ്ടും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും നോക്കി നിന്നില്ല. സുധീഷാണെങ്കിൽ പറയുക, ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം. എന്തായാലും പോയ ആൾക്കറിയാലോ എവിടെ പോയി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അങ്ങനെ പോവുകയും ചാന്ദിനിയുടെ വീട്ടിലെത്തുകയും ചാന്ദിനിയാണെങ്കിൽ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ വന്ന് പറഞ്ഞായിരുന്നു, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. എന്താ കാര്യം? എന്തായാലും അവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് വന്ന ആളല്ല അവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. എന്തോ ഒരു വലിയ മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സന്തോഷം കൊണ്ട് നീരാടി ഇരിക്കും പോലെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആണോ? എന്തായാലും നല്ല കാര്യം തന്നെയാണ്. ഞാനാണെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എൻ്റെ പെങ്ങളെ തന്നെ കല്യാണം കഴിച്ച് തരാമെന്ന്, അവക്കും ഇഷ്ടമാണെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കൊണ്ടാണ് ഇവിടുന്ന് പോയത്. ആ സമയത്ത് ഒരേ ഒരു കാര്യം പറഞ്ഞ, കുടുംബത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും മടിക്കില്ല. പക്ഷേ ഹരീഷിന് വേണ്ടി കല്യാണം വേണ്ടി നടത്താൻ വേണ്ടി മാത്രമായിരുന്നു അതിന് സമ്മതിച്ചത്. അല്ലാതെ ചാന്ദിനിയെ വളരെ ഇഷ്ടമായിരുന്നെന്ന് സുഭാഷൻ ഏട്ടൻ പറയുകയും ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് എന്തോന്നില്ലാത്ത പെട്ടെന്ന് സന്തോഷം തോന്നുകയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവരുടെ അടുത്തും പറയണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിധിയുടെ അടുത്തും ഭാസ്കരൻ്റെ അടുത്തും നികേഷിൻ്റെ അടുത്തും എല്ലായിടത്തും പറയും. ഇവിടെ ഇപ്പം നടക്കുന്ന മാറ്റം വേറെ ഒന്നിനുമല്ല, സുഭാഷേൻ്റെ പുതിയൊരു കല്യാണത്തിന് വേണ്ടിയാ എന്നൊക്കെ പറയുന്നു. പുതിയ കല്യാണോ? അത് ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാം എല്ലാവരെയും. ചാന്ദിനിയായിട്ടുള്ള കല്യാണാലോചന ഇഷ്ടമെന്ന് അവളെ വീട്ടുകാരോട് പറഞ്ഞായിരുന്നു. ഇത് കേട്ടപ്പോഴത്തേക്കല്ലേ സുഭാഷിനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോഴിങ്ങനെ സന്തോഷം കൊണ്ട് നടക്കുന്നത്. ഇത് നമുക്ക് വെച്ച് നീട്ടേന്ന് വേണ്ട, പെട്ടെന്ന് തന്നെ കല്യാണം നടത്തുക, എന്നാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുക, എന്തായാലും നമ്മൾ ആഗ്രഹിച്ച കാര്യം തന്നെയല്ലോ നടന്നത്. സുഭാഷിന് ചാന്ദിനി തന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷേ ഇത് കറങ്ങി തിരിഞ്ഞ് അവസാനം ചാന്ദിനിയിൽ എത്തിയില്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കിളിക്കൂട്ടിൽ നടക്കുന്നത്. ഈ സീരിയലിൽ